27 രാവിൻ്റെ അന്ന് നോമ്പ് തുറക്കാനായിട്ട് കൽത്തപ്പം ചുടാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തും സവാളയും മൂപ്പിച്ചെടുത്തതിലേക്ക് മാവ് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു വെള്ള കൽത്തപ്പത്തിനും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളകും തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും ചേർത്ത് അരച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് സവാളയും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മധുരമുള്ള കൽത്തപ്പം അതാ നല്ല സൂപ്പറായി പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വെള്ള കൽത്തപ്പാണ് ചുട്ടെടുക്കാൻ പോണത്. മധുരക്കൽത്തപ്പം ചുട്ടെടുക്കണ അതേ രീതിയിൽ കുക്കറിൽ ഒഴിച്ചു കൊടുത്ത് 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കൽത്തപ്പത്തിൻ്റെ പോലെ പൊന്തി വരില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതാ നമ്മുടെ കൽത്തപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് തന്നെ എടുക്കുന്നുണ്ട്. വെള്ളക്കൽത്തപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതും കൈകൊണ്ട് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഒട്ടും കരിയാതെ വന്നിട്ടുണ്ട്. ഇതിൽ മധുരക്കൽത്തപ്പത്തിൻ്റെ അത്ര ആരൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷേ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ നല്ലതാണ്. ഇനി ഒരു കൽത്തപ്പത്തിനും കൂടിയുള്ള മാവുണ്ട്, അതും കൂടി ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അതും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ 2 കൽത്തപ്പത്തിൻ്റെ ആര് വന്നത് ഞാൻ കാണിച്ചു തരാം. വെള്ളക്കൽത്തപ്പവും മധുരക്കൽത്തപ്പവും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആരെടുത്ത് വരും. നല്ല തീയിൽ വേണം ആദ്യം വെക്കാൻ. ഒരു 2-3 മിനിറ്റ് നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെള്ളക്കൽത്തപ്പവും മധുരക്കൽത്തപ്പവും ഒക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണാം. ഇതാ ഞാൻ വെള്ളക്കൽത്തപ്പം മുറിച്ച് കാണിച്ചു തരാം. ഇത് അത്ര ആരുണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.